ഗർഭോപനിഷത്തും ഗർഭാധാന സംസ്കാരവും ഒരേ വിഷയം തന്നെയാണോ? ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാവിധം വിശദീകരിച്ച് പറഞ്ഞു തരാമോ? ഗർഭോപനിഷത്തും ഗർഭാധാനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഗർഭാധാന സംസ്കാരം എന്നുള്ളത് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമാണ്. വിവാഹിതരായ പതിയും പത്നിയും, അഥവാ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ സന്താനോൽപാദനം ഇച്ഛിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ശുഭസങ്കല്പത്തോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച് ഉചിതമായ തിഥി എന്നുള്ളത് പ്രധാനമായും സ്ത്രീയുടെ ആർത്തവ ചക്രത്തോട് ബന്ധപ്പെട്ടതാണ്. സമാഗമിക്കുന്ന ചടങ്ങാണ് സൽസന്താനം ഉണ്ടാവട്ടെ, ഓജസ്സുള്ള തേജസ്സുള്ള സന്താനം ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടുകൂടി സമാഗമിക്കുന്ന ചടങ്ങാണ് ഗർഭാധാനം അഥവാ നിഷേകം അഥവാ വീര്യാധാനം, അല്ലെങ്കിൽ വീര്യസ്ഥാപനം, അല്ലെങ്കിൽ ഗർഭസ്ഥാപനം. ഇങ്ങനെ അനേക പേരുകളുണ്ട്. അത് കുട്ടികളെ ഉണ്ടാക്കലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കുട്ടികൾ ഉണ്ടാവരുത്. രണ്ടുള്ള വ്യത്യാസം മനസ്സിലായില്ല. കാമചേഷ്ടയുടെ ബൈ പ്രോഡക്റ്റ് ആവരുത് കുട്ടി, ധർമ്മചിന്തയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളാണ് ശ്രേഷ്ഠന്മാരായിട്ട് വളരുക. ഗർഭോപനിഷത്ത് പരമമായ തത്വോപദേശം ചെയ്യുന്ന ഉപനിഷത്താണ്. ആ പരമമായ തത്വോപദേശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ വഴിയിൽ വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി രേതസ്സിന്റെ രൂപത്തിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് മുതൽ ജനിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് അതിൽ ഗർഭോപനിഷത്തിൽ. പക്ഷെ അതല്ല ഗർഭോപനിഷത്തിന്റെ മുഖ്യ പ്രമേയം. മറിച്ച് ഗർഭോപനിഷത്ത് പരമമായ സത്യപ്രതിപാദനമാണ്. അതിലേക്ക് വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഭാഗത്താണ് ഈ എന്താ പറയേണ്ടത്, ഭ്രൂണാവസ്ഥ രൂപപ്പെടുന്നത് മുതൽ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് വരെയുള്ള ആ സന്ദർഭങ്ങളെ വിസ്തരിച്ചിട്ടുള്ളത്.